പെസഹായിക്കൊരു ചരിത്രമുണ്ട്. പെസഹ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കടന്നുപോക്ക്, പാസ് ഓവർ എന്നാണ്. ഇസ്രായേലിൻ്റെ വലിയൊരു പുണ്യദിനമാണ് ഈ പെസഹ എന്നുള്ളത്. പെസഹ ഭക്ഷണം ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടതിൻ്റെ ഒരു കടന്നുപോക്കിൻ്റെ ചരിത്രം ഇതിലുണ്ട്. വലിയ ധൃതി പിടിച്ചുള്ള ഒരു പെസഹായാണ് പഴയ നിയമ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്. അരപ്പട്ട ധരിച്ച്, വടി പിടിച്ച്, ചെരുപ്പിട്ട് കൊണ്ടുള്ള ഒരു പെസഹ ഭക്ഷണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കഥയാണത്. ഈ അപ്പത്തിനൊക്കെ പുളിപ്പ് ചേരേണ്ട വിധച്ച് ചേരുമ്പോഴാണ് അതിനൊരു രുചി ഉണ്ടാവുക. ഈ പെസഹായിലെ അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കടന്നു പോകുന്ന ഈ ജനത്തിന് മുഴുവൻ രുചികരമായിട്ട് അപ്പം ഭക്ഷിച്ചിട്ട് ശേഷമായിരിക്കില്ല ധൃതിപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭക്ഷണം. അതാണ് പെസഹായുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ പെസഹായുടെ ഭക്ഷണം ഇസ്രായേൽ കുടുംബങ്ങളിൽ അവർ ആഘോഷിച്ചിരുന്നു. കുഞ്ഞുമക്കൾ വീട്ടിലെ മുതിർന്ന കാർന്നവരുടെ മടിയിലിരുന്ന് ചോദിക്കും, അപ്പച്ച ഇതെന്താണ് പെസഹ? ഏതാണ്ട് അങ്ങനെയുള്ള ഒരു പെസഹ ആഘോഷത്തിന് വേണ്ടി യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെയെല്ലാം ഒരുക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യനാണ്, സ്ത്രീയല്ല, ഒരു കുടത്തിൽ വെള്ളവുമായിട്ട് പോകുന്നത് കാണും. ആ മനുഷ്യൻ കയറുന്ന വീട്ടിൽ നിങ്ങൾ കയറി ചെല്ലണം. കയറി ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കണം, ഞങ്ങളുടെ ഗുരുവിന് പെസഹ ഒരുക്കുന്നതിന് ഒരു സ്ഥലം വേണം. ഇതൊക്കെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ്. ആ മനുഷ്യൻ മാളിക മുകളിൽ കാണിച്ചു കൊടുക്കുകയാണ്. മാളികയുടെ മുകളിൽ യേശുനാഥൻ പെസഹ ഭക്ഷണത്തിന് തൻ്റെ ശിഷ്യന്മാരെയെല്ലാം ഒരുക്കുകയാണ്. യേശുവിൻ്റെ ഈ കഥ പറയുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിക്കൊരു കഥയുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി വലിയൊരു പട്ടാള നേതാവായിരുന്നു, പടയോട്ടക്കാരനായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയോട് പലപ്പോഴും അമ്മ പറയും, മോനെ ഒന്ന് കാണണം. ഈ അലക്സാണ്ടർ ചക്രവർത്തി അതിനെല്ലാം അവധി കൊടുക്കുകയാണ്. അമ്മയുടെ ഈ അപേക്ഷയ്ക്കെല്ലാം അവധി കൊടുത്തു. അമ്മ അടുത്ത പടയോട്ടം കഴിഞ്ഞിട്ടാവട്ടെ. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയുടെ അറ്റം വരെയും വന്നിട്ടുണ്ടെന്നാണ് പറയുക. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി പെട്ടെന്ന് മരിച്ചുപോയി. പെട്ടെന്ന് എന്ത് രോഗമാണെന്ന് പിടിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി അവസാനം 3 കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ശുശ്രൂഷിച്ച ഭിഷഗ്വരന്മാരായിരിക്കണം, ഡോക്ടേഴ്സായിരിക്കണം. എൻ്റെ ശവപ്പെട്ടിയിൽ ഞാൻ ഉപയോഗിച്ച ഔഷധങ്ങൾ മുഴുവൻ, അതിൻ്റെ കാലിക്കുപ്പികൾ മുഴുവൻ നിരത്തി വെക്കണം. പിന്നെ ഞാൻ പോകുന്ന വഴിയെ, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ മുഴുവൻ ഞാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്ന രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ട് അലങ്കരിക്കണം. പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി അവസാനമായിട്ട് പറഞ്ഞു, എൻ്റെ കയ്യ് ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് ഇടണം. ഇങ്ങനെ ഒരു ശവസംസ്കാരം അലക്സാണ്ടർ ചക്രവർത്തി ഭാവനയിൽ അല്ല,
നടത്തി എന്നുള്ളതാണ്. ഇതൊരു പാസ് ഓവറായിരുന്നു, ഇതൊരു കടന്നുപോക്കായിരുന്നു. ഈ കടന്നുപോക്കൽ യേശുനാഥൻ നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഓരോ മനുഷ്യനും പെസഹായിലൂടെ കടന്നു പോകണം. പെസഹായിലൂടെ കടന്നുപോയി ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴാണ് ഒരു ജീവിത നൗക കരയ്ക്കടുത്തു എന്ന് പറയാൻ പറ്റുക.